അവരിങ്ങനെ വേർത്തിട്ടില്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ അതേ ബബിൾ ടീ കിട്ടിയിട്ടുണ്ട്. കോഡുമാണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം തന്നെ ഇവർ പെനാൽറ്റി ചാർജ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അടിപൊളി പടം, ഒന്നും പറയാനില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. ഇവിടെ ഞങ്ങൾക്ക് വീക്ക്ലി 3 ദിവസം ഡ്യൂട്ടിയും 4 ദിവസം ഓഫുമാണ്. അപ്പോൾ അതിൽ ഒരു ഓഫാണ് ഇന്ന്, എൻ്റെ ഫസ്റ്റ് ഓഫാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്ത് പോവുകയാണ്. സമയം ഇപ്പോൾ ഇവിടെ ഏകദേശം 4:30 ആയി. നല്ല വെതറാണ് ഇന്ന്. ടെമ്പറേച്ചർ ഇന്ന് 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ ഒരിക്കലും വെതറിൻ്റെ കാര്യത്തിൽ ലക്കിയല്ല. എപ്പോൾ എനിക്ക് ഓഫ് ഡേ കിട്ടിയാലും അന്നൊക്കെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സും മഴയും അല്ലെങ്കിൽ ഭയങ്കര മൂടി കിടക്കുന്ന കാലാവസ്ഥയായിരിക്കും. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, നല്ല അടിപൊളി വെതറാണ്. ബ്ലൂ സ്കൈ ഉണ്ടോ, ഭയങ്കര സൂപ്പറാണ്. അത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ബിൽഡിംഗ് ആണ് എൻ്റെ ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഇത് ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ്. പള്ളിയുടെ ശരിക്കുള്ള വ്യൂ ഇവിടുന്ന് കിട്ടുന്നില്ല, പക്ഷേ ഞാൻ വേറെ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൽ ഇങ്ങനെ പോയാൽ ഇതിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് വേഗം നടന്ന് പോവാം. ഇത് കണ്ടോ, ഇതാണ് പള്ളിയുടെ തൊട്ടടുത്തു നിന്നുള്ള വ്യൂ. ഭയങ്കര ഹൈറ്റാണ്, അതുകൊണ്ട് മൊത്തം ക്യാമറയെ കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ഈ സ്ട്രീറ്റിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതാ പള്ളി, ഇതാണ് ഫുൾ വ്യൂ. അടിപൊളിയല്ലേ, നല്ല ആർക്കിടെക്ചറാണ് ഇവിടെ. ഭയങ്കര വേർക്കുമാണ്. എനിക്ക് തോന്നുന്നു വണ്ടി ഇവിടെ ഇത്രയും നേരം വെയിലത്ത് കിടന്നുകൊണ്ട് ഉള്ളു ഭയങ്കര ചൂടായിട്ടിരിക്കും. അപ്പം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വേർത്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ വേർത്തിട്ടില്ല ഇവിടെ വന്നിട്ട്. അപ്പം ഞാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സിനിമ കാണാൻ പോവാണ്. കൂടെയല്ല, തുടരും മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ. 3 ദിവസമായി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നോക്കുന്നു. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഒത്തിരി മലയാളീസ് ഉള്ള ഏരിയ ആണ്. അപ്പം എല്ലാവരും ഇതിങ്ങനെ റിലീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇപ്പം 3 ദിവസം കൊണ്ട് ഹൗസ്ഫുൾ ആയിരുന്നു. ടിക്കറ്റ് ഒന്നും കിട്ടാനില്ലായിരുന്നു. അപ്പം ഇന്ന് ഈവനിങ് 7 o'clock ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ പോവാണ്. പോയിട്ട് എൻ്റെ ഫ്രണ്ടിനെ ജിമ്മിൽ നിന്ന് പിക്ക് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. എനിക്ക് ബബിൾ ടീ കൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സമയം 5 മണിയായി. അറിയില്ല, ഇവിടെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷോപ്പെല്ലാം ക്ലോസ് ആകും. അപ്പൊ ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് 1 hourനുള്ള ഒരു പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാം. £1.45 ആണ് 1 hour വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എടുത്തേക്കാം. അപ്പോൾ ഈ ടിക്കറ്റ് ഞാനിപ്പോൾ കൊണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ കാണാവുന്ന രീതിയിൽ വെക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. അതെ, ഇതാണ് നമ്മുടെ സിറ്റി സെൻറ്റർ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ, ഗ്രീനായി. നമുക്ക് ജസ്റ്റ് ക്രോസ് ചെയ്യാം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്. ഇനിയിപ്പോൾ മൂവി കഴിയുമ്പോഴത്തേക്ക് ഒരു 10-10:30 ആകും. അപ്പോഴത്തേക്ക് എന്താണെങ്കിലും വിശക്കും. പിന്നെ അവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് തിയേറ്ററിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാൻ. അപ്പം ഞങ്ങൾ ഓർത്ത് ഇവിടുന്ന് എവിടുന്നെങ്കിലും ഫുഡും പിന്നെ ബബിൾ ടീയുടെ കട വല്ലതും ഓപ്പൺ ഉണ്ടെങ്കിൽ അവിടുന്ന് ടീയും വാങ്ങിയിട്ട് പോകാനാണ് പ്ലാൻ. പക്ഷേ ഇതുവരെ കടയൊന്നും കിട്ടിയില്ല, തപ്പി നടക്കുവാണ്. അപ്പോൾ അതേ ബബിൾ ടീയുടെ കട തപ്പി ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. ഈ ബബിൾ ടീയുടെ കട ഇതുവരെ പോയിട്ടില്ല. ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ എനിക്ക് ബബിൾ ടീനോടൊരു അഡിക്ഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ ഫുൾ ഇങ്ങനെ ക്രേവിങ് വരുമായിരുന്നു പിന്നെ അങ്ങനെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ഇത് കണ്ടുപിടിച്ച് വന്നതാണ്. ഒരു പുഷായിരുന്നു. ഇത് ജസ്റ്റ് അകത്ത് കയറി നോക്കാം. ഇവിടുത്തെ ബബിൾ ടീയിൽ എനിക്ക് ബബിൾ ഉള്ളത് ഇഷ്ടമല്ല. നമ്മുടെ അതിന് ബബിൾ ഒഴിവായി കഴിഞ്ഞാൽ നോർമൽ ടീ പോലത്തെ ടീ കിട്ടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഓർഡർ ചെയ്യാതെ ഇവിടെ ഡയറക്റ്റ് ഓർഡർ കൊടുക്കും. അപ്പോൾ ജസ്റ്റ് ഇവരിങ്ങനത്തെ ഒരു ബീപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഓർഡർ റെഡി ആകുമ്പം ഇതിങ്ങനെ ബീപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പോയിട്ട് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ അതേ ബബിൾ ടീ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിന്. എന്ത് ടേസ്റ്റാണെന്ന് പറയാൻ കിട്ടുന്നില്ല. പക്ഷെ നാട്ടിലൊക്കെ കിട്ടുന്ന ചായയുടെ ഒരു സെയിം ടേസ്റ്റ്. ഇതിൽ ബബിള് ഞാൻ വാങ്ങിക്കാറില്ല, ബിക്കോസ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ ചായ അടിപൊളിയാണ്. 6:30 ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ഇവിടുന്ന് ഒരു 1/2 hour ഡ്രൈവ് ഉണ്ട് അവിടെ തിയേറ്റർ വരെ. അപ്പോൾ എനിക്കറിയില്ല ഞങ്ങൾ ഇന്ന് സമയത്തിന് എത്തുമോ
7 മണിന്ന് അവർ പറഞ്ഞാലും ഒരു 10-15 മിനിറ്റ് ലേറ്റായിട്ട് തുടങ്ങും. ഓടുവാണ്. ഈ ബബിൾ ടീ മൊത്തം കുടിക്കാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളിത് തിരിച്ചു വന്നപ്പോൾ വണ്ടിയിൽ പെനാൽറ്റി ചാർജ് അടിച്ചു വെച്ചിരിക്കുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഓൾറെഡി ഇവിടെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പാർക്കിംഗ് ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിരുന്നതാണ്. അത് എക്സ്പയറി ആവുന്ന 6:45. പക്ഷേ ഇപ്പം തന്നെ ഇവർ പെനാൽറ്റി ചാർജ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഇനി ഇവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പക്ഷെ ഇപ്പം എന്താണെങ്കിലും സമയമില്ല. 7 മണിക്ക് തുടങ്ങേണ്ട മൂവിക്ക് 7:05 ആയപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും മൂവി തുടങ്ങിയിട്ടില്ലായിരുന്നു. ലൈറ്റൊക്കെ ഓഫ് ആയിരുന്നു, പക്ഷെ മൂവി തുടങ്ങിയിട്ടില്ല. സ്റ്റിൽ പരസ്യം കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്താണെങ്കിലും കറക്റ്റ് സമയത്താണ് എത്തിയത്. ജസ്റ്റ് ഇപ്പോൾ മൂവി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അടിപൊളി പടം, ഒന്നും പറയാനില്ല. കുറേ നാൾ കൂടാണ് ഇത്രയും നല്ലൊരു ഇത്രയും നല്ലൊരു മൂവി ഇവിടെ റിലീസാവുന്നത്. നാളെ ഇനി ഡ്യൂട്ടി ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോട്ടെ. സമയം ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.